വിഷയങ്ങളിലും ബർക്കത്തുണ്ട്. ദിവസങ്ങളിൽ ബർക്കത്തുണ്ട് എന്നാണ്. ചില ദിവസം ഭയങ്കര ബർക്കത്തുള്ള ദിവസീകരം. നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാം ബർക്കത്തുണ്ടെങ്കിൽ. ബർക്കത്തില്ലാത്ത ദിവസമാണെങ്കിൽ എപ്പോഴെപ്പോൾ നേരം വെളുത്തു വൈകുന്നേരമായി എന്ന് തോന്നും. ഒന്നും നടന്നില്ല, നടന്നതൊക്കെ നേരം വെക്കും ചെയ്തു. അങ്ങനെ ഇക്കാരം രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയോടത്തൊക്കെ നേരം വെക്കിയിട്ട് എത്തി. അങ്ങനെ ഉണ്ടാവും. മാസങ്ങളിൽ ബറക്കത്തുണ്ട്, ആഴ്ചയിൽ ബറക്കത്തുണ്ട്, സമയത്തിൽ ബറക്കത്തുണ്ട്, ആയുസ്സിൽ ബറക്കത്തുണ്ട്. ചില ആൾക്കാർ കുറച്ചാലേ ജീവിക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ നോക്കിയാൽ ഒരു 200 കൊല്ലം ജീവിച്ച മാതിരി തോന്നും. ചില ആൾക്കാർ 150 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ അയാൾ ജീവിച്ചതിന് ഒരു അടയാളം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. ആയുസ്സിൽ ബർക്കത്ത്. ഇൽമിലെ ബർക്കത്തുണ്ട്, വിവരം. ബർക്കത്തുള്ള വിവരമുണ്ട്, ബർക്കത്തില്ലാത്ത വിവരമുണ്ട് എന്നാണ്. ഇൽമിൽ ബറക്കത്തുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഹിക്മത്ത് ഓർമ്മ വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇല്ലെങ്കിൽ നമ്മൾ പഴയ കാലത്തെ ആൾക്കാർ പറയും പോലെ കോടതി പിരിഞ്ഞിട്ടാണ് ബുദ്ധി ഉദിക്കുക. അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. വിധി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഓന് ഐഡിയ തോന്നിയിട്ട് എന്താ വേഗം തിരിയും. ഷാബാനിലെ ബറക്കത്ത് മുസ്തഫായ നബി തങ്ങളുമായി ബന്ധമുള്ളതുമാണ്. ഏറ്റവും വലിയ ബറക്കത്ത് സമ്പത്തിലെ ബറക്കത്താന്ന് ഞാൻ പറഞ്ഞു. മുതലിലെ ബറക്കത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുതൽ 1,00,000 റുപ്യ കയ്യിലുള്ള ആള് 1 റുപ്യ കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ എന്നാ എങ്ങനെ ഉണ്ടാവും? ഓന് 1,01,000 റുപ്യാണ് ആവശ്യമുള്ളത്. 1,00,000 ഓൻ്റെ അടുത്ത് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ 1 റുപ്യ വരുമോ, 1 റുപ്യ വരുമോ? ബർക്കത്തില്ലെങ്കിൽ അങ്ങനെയാണ്. എന്താ കാട്ട? വേറെ ചില ആൾക്കാർക്ക് ആകെ 500 റുപ്യ ഉള്ളൂ. 250 റുപ്യക്ക് എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി 250 കീശയിൽ വെക്കാനും ഉണ്ടാവും. അതാണ് ബർക്കത്ത്. മക്കളിൽ ബർക്കത്ത്. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവും. ഒന്നേ ഉള്ളൂ, എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവും. ബർക്കത്തുള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ്. മുതലിൽ ബറക്കത്ത് വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം സ്വതക്ക കൊടുക്കലാകുന്നു. സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉപകരണം സ്വതക്ക കൊടുക്കലാണ്. പിരിവില്ലല്ലോ എന്ന് ഞാൻ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് ഓലോട്. കാരണം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പം പിരിവിന് പറയാണ്. ഇവിടെ പിരിവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാലോ. ലോകത്ത് ഏതെങ്കിലും സമ്പന്നന്മാരുണ്ടോ? മുഴുവൻ മുതലാളിമാരും പരിശോധിച്ചോളി. ഓനോ ഓന്റെ വാപ്പേ വാപ്പാന്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടുണ്ടാവില്ല. കാരണം 1 റുപ്യക്ക് 10 റുപ്യ കിട്ടും സ്വതക്ക കൊടുത്താല്. 10 റുപ്യക്ക് 100 റുപ്യ സ്വതക്ക കൊടുത്താൽ കിട്ടും. 100 റുപ്യക്ക് 1000 റുപ്യ കിട്ടും. 1000 റുപ്യക്ക് 10,000 റുപ്യ കിട്ടും. ഒരിക്കൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമുണ്ട്. പനിയിരുന്നു, ഭയങ്കര പനിയാണ്. പനി മാറിയപ്പോ ഒരു പൂതി, ഒരു ഉറുമാമ്പഴം തിന്നാൻ തരക്കടില്ല. അലിയാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന ആശയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആഗ്രഹം കേട്ടപ്പം മാർക്കറ്റിൽ പോയി, ചന്തയിൽ പോയി, കീശയിലുള്ള കാശിന് ഒരു ഉറുമാമ്പഴം വാങ്ങി തിരിച്ചു വരുമ്പോ ജയിൽ മോചിതനായി കാലിൽ ചങ്ങലയുമായി ഒരാൾ വരുന്നു. ജയിലിലിരുന്നു, കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അയാൾ വരുന്നുണ്ട്. അലിയാരെ, വിശന്നിട്ട് വല്ലതും തരുമോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു ഉറുമാമ്പഴമുണ്ട്. മഹാനവറുകൾ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ ഈ ഉറുമാമ്പഴം ഇയാൾക്ക് കൊടുക്കണോ അതോ എന്റെ സഹധർമ്മിണിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് കൊണ്ടുപോയി കൊടുക്കണോ? ആലോചിച്ച അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഫാത്തിമക്ക് ഏതായാലും വിശന്നിട്ടല്ല, പൂതിയായിട്ടാണ്. ഇയാൾക്ക് വിശന്നിട്ടാണ്. വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാം, ഇജെടുത്തോ പറഞ്ഞു കൊടുത്തു. അയാളെ തിന്നു റാഹത്തായി. 2ാമത്തെ ഒന്ന് വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ മുഖത്ത് എന്തോരം മ്ലാനതയുണ്ട്, ദുഃഖത്തിന്റെ അടയാളമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് പുതുമാരരെ, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ടല്ലോ. ഫാത്തിമ, നീ വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട്
ഒരു ഉറുമാമ്പഴം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഞാൻ ചന്തയിൽ നിന്ന് ഒരു ഉറുമാമ്പഴം വാങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് വിശന്ന് വലഞ്ഞ ഒരാളെ കണ്ടു. ഞാനത് അയാൾക്ക് കൊടുത്തു. രണ്ടാമതൊന്ന് വാങ്ങാൻ എന്റെ അടുക്കൽ കാശില്ല. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ അത് അയാൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിലാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത്. നിങ്ങളത് കൊടുത്തത് കൊണ്ട് എനിക്ക് വളരെയധികം റാഹത്തായി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അംർ ഇബ്നുൽ ആസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലുണ്ട് ഒരു കീസ്, ഒരു പൊതി, ഒരു കവറ്. അലിയാർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, അലിയാരെ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചതാണ്. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചാന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിൽ 9 ഉറുമാമ്പഴം ഉണ്ട്. 9 ഉറുമാമ്പഴം. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ, ഇതിനിക്കുള്ളതല്ല, എനക്കാള് മാറിയത് ഇക്കാരം എന്ന് പറഞ്ഞു. അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, അല്ല, ഇത് നിങ്ങൾക്കുള്ള തന്നെയാണ്, ഉറപ്പാണ് പറഞ്ഞു. ഒരിക്കലും ഇത് എനിക്കുള്ളതാവൂല. 2 ലക്ഷം കിട്ടുള്ളൂ. 1 ലക്ഷത്തിന് 100% പലിശ കിട്ടിയാല് 1 ലക്ഷത്തിന് 2 ലക്ഷം കിട്ടുക. സ്വതക്ക കൊടുത്താല് 1 ലക്ഷത്തിന് 10 ലക്ഷം കിട്ടുക. അത്ര ലാഭമുള്ള വേറെ കച്ചവടം ഉണ്ടാവില്ല. പക്ഷെ എന്തേ കാര്യച്ചാല് ഞമ്മക്കണ്ട് ഈമാനായില്ല. ഇതാണ് പ്രശ്നം. സമ്പത്തിൽ ബറക്കത്തുണ്ടാവണോ? സ്വതക്ക നൽകൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അങ്ങനെ കുറെ ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ്? പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ്? പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം ശരിക്കും സ്വതക്ക കൊടുക്കലാണ്. പക്ഷെ അത് മനസ്സിലാവാന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം. അപ്പ മനുഷ്യൻ പറയും, പടച്ചോനെ, 1 സെക്കൻഡ് സമയം തരോ, അതിൽ 3 കാര്യമുണ്ട്. 1, മനുഷ്യൻ മരിക്കണ നേരത്ത് കുറച്ചും കൂടി സമയം ചോദിക്കുക സ്വതക്ക കൊടുക്കാനാണ്. 2, സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്കയാണ്. 3, 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാൻ പറ്റുന്ന വഴി സ്വതക്ക കൊടുക്കലാണ്. ഈ 3 കാര്യം അതിലുണ്ട്. ഒന്നാമത്തേത്, സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്ക കൊടുക്കലാണെന്ന് റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പോ മനസ്സിലാവും. രണ്ടാമത്തേത്, എന്നാണല്ലോ, സദക്ക കൊടുത്ത് ഞാൻ സ്വാലിഹായി കൊള്ളാമെന്നാണ്. 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാൻ പറ്റുന്ന വഴി സ്വതക്ക കൊടുക്കലാണ് എന്ന് മനസ്സിലാവും. മൂന്നാമത്തേത് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി സമയം തരുമോന്ന് ചോദിക്കണത് വേറെ ഒരു കാര്യത്തിനുമല്ല, സ്വതക്ക കൊടുക്കാനാകുന്നു. മുതലിലെ ബർക്കത്ത് സ്വതക്ക കൊടുക്കണവനാണ്. രണ്ടാമത്തത് ഇനി മക്കളിലെ ബർക്കത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ബർക്കത്ത് മക്കളിലെ ബർക്കത്താണ്. മക്കളിൽ ബർക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണം. സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ 1 കാര്യം ചെയ്താൽ മതി. മുതലിലെ ബർക്കത്തുണ്ടാവാൻ 1 കാര്യം ചെയ്താൽ മതി, സ്വതക്ക കൊടുക്കുക. തിരിഞ്ഞവർക്ക് തിരിഞ്ഞു, അല്ലാത്തവർക്ക് തിരിഞ്ഞില്ല. അങ്ങനെയാണ്. ചിലർക്ക് തിരിയും, ചിലർക്ക് തിരിഞ്ഞില്ല. കൊടുക്കണോൻ കൊടുത്തുകൊണ്ടേയിരിക്കും, ഓനുണ്ടായിക്കൊണ്ടേയിരിക്കും. കൊടുക്കാത്തവൻ കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ടേയിരിക്കും, ഓനില്ലാതിരിക്കും. അങ്ങനെയാണ്. നമ്മളെ പള്ളികളിലൊക്കെ പിരിവുണ്ടാവും. നമ്മള് ഖുതുബോധന പള്ളികളിലൊക്കെ ചില ആൾക്കാർക്ക് പിരിവുണ്ടെങ്കിൽ ഭയങ്കര രസമായിക്കാരം. ഒരു പിരിക്കാണ് മുന്നിട്ടിറങ്ങും. അല്ലെങ്കിൽ പെരേന്ന് പോരുമ്പോ തന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാലോ എന്ന് എഴുതിയിട്ട് 2 10 കീശയിട്ട് വന്നിട്ടുണ്ടാവും, പോലെ കൊടുക്കും. ചിലവര് പിരിക്കണേനെങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. ഒരു കൊടുക്കൂല, വേറെ ആളെ കൊടുക്കാനോ വെക്കൂല. അങ്ങനെയാണ്. നല്ലോണം പിരിച്ചണം കേട്ടോ. പള്ളിയിലൊക്കെ പിരിവുകാരുടെ നേതാവ് ബിലാലുൽ മുഅദ്ദിൻ